ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഉണ്ടല്ലേ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. അതിനകത്തെ മിസ്സിംഗ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അതായത് നമ്മുടെ ടേബിൾ തന്നിട്ട് അതിനകത്ത് കുറച്ച് ഡേറ്റാസ് ഒക്കെ മിസ്സിംഗ് ആയിരിക്കും അല്ലെ, എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്കിന്ന് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിക്സ് ഒക്കെ പറയുന്നതായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പൊ അതൊന്ന് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ മിസ്സിംഗ് DIയുടെ ക്വസ്റ്റ്യൻ ചെയ്യുക. The following table show the number of employees in an organization in 5 different cities. അതായത് 5 ഡിഫറെന്റ് സിറ്റീസിൽ താമസിച്ചത് ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ഗുർഗാവോൺ, അങ്ങനെയുള്ള 5 സിറ്റിയിലുള്ള എംപ്ലോയീസിന്റെ എണ്ണം ഇതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എത്ര? 4260 ആണ്. along with the percentage distribution of employees working in the 4 department. അതായത് ഈ ഇത്രയും എംപ്ലോയീസ് ഉണ്ട്, അതിൽ HR എത്ര പെർസെന്റേജ് ആൾക്കാർ വർക്ക് ചെയ്യുന്നു, ഫിനാൻസിൽ എത്ര പെർസെന്റേജ്, IT, അക്കൗണ്ട്സ് അങ്ങനെ തന്നേക്കുന്നു അല്ലെ. ചില പെർസെന്റേജ് ഒക്കെ മിസ്സിംഗ് ആണ്, ചില നമ്പർ ഓഫ് എംപ്ലോയീസ് മിസ്സിംഗ് ആണ് അല്ലെ. ടോട്ടൽ തന്നിട്ടുണ്ട് 4260. നോട്ട് ചെയ്തോണം, 4260 ആണ് ടോട്ടൽ തന്നേക്കുന്നത്. സം വാല്യൂസ് ആർ മിസ്സിംഗ് ഇൻ ദ ടേബിൾ ദാറ്റ് യു ആർ എക്സ്പെക്ടഡ് ടു കാൽക്കുലേറ്റ് ഇഫ് റിക്വയർഡ്. ഓക്കെ, നമ്മളിതിപ്പം ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യണ്ട, അതായത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യനകത്ത് ഏത് വരുന്നോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈച്ച് എംപ്ലോയി വർക്ക് ഇൻ ഓൺലി 1 ഡിപ്പാർട്ട്മെന്റ്. ഓരോ എംപ്ലോയി, ഇതിനകത്ത് 900 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ള ഡേറ്റ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the total number of employees in Mumbai and Gurgaon who work in IT department? Okay, അപ്പൊ ഈ രണ്ട് സ്ഥലത്തെ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണമാണ് ചോദിക്കുന്നത്. ഓക്കെ, ആണ്ട് മുംബൈയിൽ ടോട്ടൽ ഉള്ളത് 760 അല്ലെ. അവിടെ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് 30%. ഓക്കെ, അപ്പൊ മുംബൈയിൽ എന്താ 30% ഓഫ് 760 അല്ലെ. ടോട്ടൽ 760യുടെ 30% ആണ് IT മുംബൈയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം 30/100 ഓഫ് 760 അല്ലെ. 100ന്റെ 2 സീറോസ് ഇത് വെച്ച് കട്ട് ചെയ്യുന്നു, അതായത് പെർസെന്റേജ് വരുന്നിടത്ത് 2 സീറോസ് കട്ട് ചെയ്യുന്നു. സോ 76 into 3. ഓക്കെ, 18, 22, 228 ഉണ്ട് മുംബൈയിലെ IT ഡിപ്പാർട്ട്മെന്റിലുള്ളവര്. ഇനിയും വേണ്ടത് നോക്കിയേ, ഇവിടെ ഗുർഗാവോണില് നോക്കിയേ, ഇവിടെ മിസ്സിംഗ് ആണ് അല്ലെ. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയേ, നമുക്കറിയാം ടോട്ടൽ ഇവിടെ ഈ 700 എംപ്ലോയീസ് ഉള്ളതിലും എല്ലാവരും ഓരോരോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ടോട്ടൽ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100 ആയിരിക്കും. അപ്പൊ ഇവിടെ 20 + 20 40 + 22 62% ആണ് എത്രയുള്ളത്? HR, ഫിനാൻസ്, അക്കൗണ്ട് എല്ലാം കൂടെ കൂട്ടി 62% ഉണ്ട് അല്ലെ. അപ്പൊ ബാക്കി IT എത്ര ഉണ്ടായിരിക്കും? 100 - 62 അല്ലെ. ദാറ്റ് ഈസ് 38%. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം ടോട്ടൽ എത്രയാണ്? 700 ആണ്. അപ്പൊ 38% ഓഫ് 700 ആണ് എവിടെ ഉള്ളത്? ഗുർഗാവോണിലെ IT ഡിപ്പാർട്ട്മെന്റിലുള്ളത്. കണ്ടുപിടിച്ചാൽ പോരായോ? ഓക്കെ, സോൾവ് ചെയ്തേ. 38%, 2 സീറോയും വെട്ടി 38 into 7, 56, 5, 266 അല്ലെ. 266 ഉണ്ട് ഗുർഗാവോണില്. സോ ടോട്ടൽ എടുക്കാം, നമുക്ക് വേണ്ടത് ടോട്ടൽ ആണ്. സോ 228 കൂടെ ആഡ് ചെയ്യുക. 14, 9, 4, 494 ആണ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D. അപ്പൊ നമ്മൾ ഇവിടെ ആവശ്യം വന്നത് നമ്മളത് നോട്ട് ചെയ്തു. അപ്പൊ ഒന്ന് ആലോചിച്ചോ, അതായത് ഈ ഓരോന്ന് കാണുന്നത് നിങ്ങൾ ആ ഒരു പേപ്പറിൽ ചെയ്യുമ്പം ഒന്ന് നമുക്ക് പിന്നെ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ചെയ്യുക. വളരെ ചെറുതായിട്ട് ചെയ്താൽ മതി, പക്ഷെ അതൊന്ന് എന്താണ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ITയുടെ ഒരു വാല്യൂ പിന്നീട് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊപ്പം എടുക്കാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if in Delhi number of employees who work in accounts department are 40% more than number of employees who work in HR department, then what is the number of employees who work in IT department in Delhi? ഇപ്പൊ ഡൽഹിയിലെ കാര്യമാണ് പറയുന്നത്. ഡൽഹിയിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുടെ എണ്ണം 40% മോർ ദാൻ HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. 40% മോർ. ഇപ്പൊ ഞാൻ പെർസെന്റേജ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ X എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. 10% ഇൻക്രീസ് ചെയ്താൽ നമ്മൾ പറയും എത്രയായി? പുതിയ വാല്യൂ 110% ഓഫ് X അല്ലെ. 10% ഇൻക്രീസ് ആയി അല്ലെങ്കിൽ 10% കൂടി എന്നൊക്കെ പറയുമ്പം, അതേപോലെ 10% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും?
90% ഓഫ് എക്സ് എന്ന് പറയും അല്ലേ. അതേപോലെ പെർസെൻറ്റേജിൽ എവിടെ ഇൻക്രീസ് ഡിക്രീസ് വരുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തോളുക. ഇവിടെ എന്താ പറയുന്നത്, അക്കൗണ്ട്സിലുള്ളവരെന്ന് പറയുന്നത് എന്താ 40% മോർ ദാൻ HR-ലുള്ളവരാണെന്ന്. അതായത് 140% ഓഫ് HR-ലുള്ളവരാണെന്നാ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഏതാ അറിയാവുന്നത്? അക്കൗണ്ട്സ് അറിയാമോ? അക്കൗണ്ട്സ് അറിയാം. HR അറിയാമോ? HR അറിയത്തില്ല അല്ലേ. സോ അക്കൗണ്ട്സിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര വരും? അക്കൗണ്ട്സിലുള്ളതെന്ന് പറഞ്ഞാൽ 28% ഓഫ് 900 ആണ് അല്ലെ. 28% ഓഫ് 900 ആണ് അക്കൗണ്ട്സിലുള്ളവര്. ക്ലിയർ ആണോ? കണ്ടുപിടിച്ചേ. 28 into 9, 18 72 7 18 252 അല്ലെ. 252 ഉണ്ട് അക്കൗണ്ട്സിലുള്ളവർ. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് 252 എന്ന് പറയുന്നത് എന്താണ്? 140% ഓഫ് HR-ലുള്ളവരാണ്. ഇത് സോൾവ് ചെയ്താൽ HR-ലുള്ളവരെ കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 252 ഈക്വൽ ടു 140/100 ഓഫ് HR. സോൾവ് ചെയ്തേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് HR-ലുള്ളവരുടെ എണ്ണം കണ്ടുപിടിച്ചേ. 252 into 100/140 അതാണ് HR-ലുള്ളവരുടെ എണ്ണം. സോൾവ് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 ആയി, ഇവിടെ 7 ആയി. 252നെ കട്ട് ചെയ്താൽ 36 അല്ലെ. 36 into 5 180. അപ്പൊ HR-ലുള്ളവരുടെ എണ്ണം നമുക്ക് എന്ത് കിട്ടി? 180 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ അക്കൗണ്ട്സിലുള്ളവരുടെ എണ്ണം 252 ഉണ്ട്. HR-ലുള്ളവരുടെ എണ്ണം 180. പിന്നെ ഇനി ഏതൊക്കെ കണ്ടുപിടിക്കണം? നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു വർക്ക് ഇൻ IT ഡിപ്പാർട്ട്മെന്റ് ഇൻ ഡൽഹി. IT-ലെയാ വേണ്ടത് അല്ലെ. അപ്പം ഇത് നമുക്ക് കിട്ടി, ഇതും കിട്ടി. ഇനി ഇതുകൂടെ കണ്ടുപിടിച്ചിട്ട് അത് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരായോ IT കിട്ടാൻ? ഓക്കെ, അപ്പം ഫിനാൻസിലുള്ളവർ എത്രയാണ്? 18% ഓഫ് 900. ഓക്കെ, കണ്ടുപിടിച്ചേ. 18% ഓഫ് 900. ആൻസർ എന്തോരും? 72 7 162 അല്ലെ. 18 into 9 72 162 എന്ന് കിട്ടും. സോ ടോട്ടൽ എത്രയായി? 162 കൂടെ ആഡ് ചെയ്താൽ ഇവിടെ 4 14 19 എന്തുവരും? 594 എന്ന് വരും അല്ലെ. അപ്പം IT ഡിപ്പാർട്ട്മെന്റിലുള്ള എത്ര കിട്ടും? IT ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 900 ആണ്. 900 മൈനസ് നമുക്ക് HR-ഉം അക്കൗണ്ട്സും ഫിനാൻസും കൂടെ ചേർത്ത് 594 എന്ന് കിട്ടി അല്ലെ. 594 മൈനസ് ചെയ്താൽ പോരായോ? ക്ലിയർ ആണോ? 6306 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അപ്പം ആവശ്യമുള്ളത് നമ്മൾ എടുക്കുക. അപ്പൊ ആ പറയുന്ന ഒരു ഡേറ്റ ഇവിടെ പറഞ്ഞത് മനസ്സിലായിരുന്നു. ആദ്യം പറഞ്ഞത് അക്കൗണ്ട്സിലുള്ളവര് ഫിനാൻസിലുള്ള HR-ലുള്ളവരെക്കാളും 140% കൂടുതലാണ്. അപ്പൊ അക്കൗണ്ട്സിലുള്ളവരുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ HR-ലെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ HR കിട്ടി, അക്കൗണ്ട്സ് കിട്ടി, ഫിനാൻസിന്റെയും തന്നിട്ടുണ്ട്. അതും നമ്മൾ 18% ഓഫ് 900 അതും കണ്ടുപിടിച്ചു. ദെൻ ടോട്ടലിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ആവശ്യമുള്ളിടത്ത് ഓരോ ക്വസ്റ്റ്യന്റെ ആവശ്യം വരുന്നിടത്ത് അവിടെ ഉള്ള ഡേറ്റാസ് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്താൽ മതി. 2024 ജൂണിൽ നടന്ന എക്സാം ക്യാൻസൽ ചെയ്തല്ലേ. അപ്പൊ അതിന്റെ എക്സാം ഡേറ്റ് വന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞായിരുന്നോ? എന്നായിരുന്നത്? August 21 തൊട്ട് September 4 വരെയാണ് ഈ എക്സാം നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള 45 ഡേ ക്രാഷ് കോഴ്സ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ മാറ്റിയ എക്സാം നടക്കാൻ പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, അതായത് ആർക്കൊക്കെ അപ്ലൈ ചെയ്ത് എല്ലാവർക്കും എഴുതാൻ പറ്റുമോ, അത് എങ്ങനെ നിങ്ങൾ ആ 45 ഡേയ്സ് കൊണ്ട് പഠിക്കണം എന്നൊക്കെയുള്ള ഡൗട്ട്സുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഈ July 9th നമ്മുടെ എബിൻ സാർ ഒരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: if the number of employees in Bengaluru is 10% less than the number of employees in Hyderabad, then what is the difference between number of employees who work in account departments in these two cities? Okay, ബാംഗ്ലൂരിലുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞത് 10% ലെസ് ദാൻ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഹൈദരാബാദ് ആണ് അല്ലെ. നേരത്തെ 40% എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? 140%. അതേപോലെ 10% ലെസ് അല്ലെങ്കിൽ 10% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? 100 - 10 90%. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ബാംഗ്ലൂരിലുള്ളവര് 10% ലെസ് ആണ് ഹൈദരാബാദിലുള്ളവരെക്കാട്ടിൽ. ദറ്റ് ഈസ് 90% ഓഫ് ഹൈദരാബാദിലുള്ളവരാണ് അല്ലെ. എണ്ണം പറയുവാണ്.
ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു വർക്ക് ഇൻ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദീസ് ടു സിറ്റീസ്? ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ താണ്ട് ഇത് രണ്ടും മിസ്സിംഗ് ആണ്. ബംഗളൂരുവിലും ഹൈദരാബാദിലും ഉള്ള ആളുകളുടെ എണ്ണം മിസ്സിംഗ് ആണ് അല്ലെ. നമുക്കറിയാം ടോട്ടൽ എത്ര ആയിരുന്നു, നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ തന്നിട്ടുണ്ട്. എത്ര ആയിരുന്നു? 4260 ആയിരുന്നു ടോട്ടൽ. ഓക്കെ, അപ്പൊ നോക്കിയേ 4260 ടോട്ടൽ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടിടത്തും കൂടെ ഉള്ള ടോട്ടൽ നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? സോൾവ് ചെയ്തേ. 900 അതേപോലെ 0640 അല്ലെ. 2360 ആണ് എന്ത്, ഡൽഹി മുംബൈ ഗുർഗോണിലൂടെ ചേർത്ത് 2360 ഉണ്ട്. അപ്പൊ ഇവിടുത്തെ രണ്ടുപേരുടെ ബംഗളൂരു പ്ലസ് ഹൈദരാബാദ് അത് രണ്ടും കൂടെ ചേർന്ന് എത്ര വരും? നമുക്ക് മൈനസ് ചെയ്താൽ പറയായോ? 4260 നിന്ന് 2360 മൈനസ് ചെയ്യുക. ഓക്കെ, 01900 അല്ലെ. ഇപ്പൊ ഈ രണ്ട് ഡേറ്റ വെച്ച് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും എത്ര പേരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? സോൾവ് ചെയ്തേ. ഇനി ഇതിന് പകരം ഞാൻ 90% ഓഫ് എച്ച് എന്ന് എഴുതാൻ പോവാ. 90% ഓഫ് എച്ച് പ്ലസ് എച്ച് ഈക്വൽ ടു 1900. എങ്ങനെയാണെങ്കിലും സോൾവ് ചെയ്ത് നിങ്ങൾ 90/100 9/10h പ്ലസ് എച്ച് ഈക്വൽ ടു 1900. ഓക്കെ അല്ലേ? 9%ന് ഞാൻ 100 കൊടുത്തു, ഒരു 0 കട്ട് ചെയ്തു. സോ ഇതിനെ എങ്ങനെ എഴുതാം? 19h/10 ഈക്വൽ ടു 1900 അല്ലെ. ഈ 19ഉം ഈ 19ഉം കട്ടായി. സോ എച്ച് ഈക്വൽ ടു എന്ത് കിട്ടി? 1000 അല്ലെ. അതായത് ഹൈദരാബാദിൽ നമുക്ക് എത്ര കിട്ടി? 1000 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂരിൽ എത്രയാണ്? 90% ഓഫ് 1000 അല്ലെ. എത്ര വരും? 900. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന്റെ ആളുകളുടെ അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇതിന്റെ എണ്ണം കിട്ടി. ഇനി വേണ്ട എന്താണ്? അക്കൗണ്ട് സെക്ഷനിൽ ഈ രണ്ട് സിറ്റിയിലുള്ള അക്കൗണ്ട് സെക്ഷനിലുള്ള ആളുകളുടെ പെർസെൻറ്റേജ് നമ്പർ പറയണം. അത് രണ്ടും പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിത് മായ്ക്കുക. ഇതിപ്പോൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് ഇപ്പൊ ഈ രണ്ട് നമ്പേഴ്സും നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ബാംഗ്ലൂരിലുള്ളത് ദാറ്റ് ഈസ് 32% ഓഫ് 900 പ്ലസ് എന്താ വേണ്ടത്? 35% ഓഫ് 1000. ക്ലിയർ അല്ലേ? ബാംഗ്ലൂരിൽ 32%ഉം ഹൈദരാബാദിൽ 35%ഉം ആണ് അക്കൗണ്ട് സെക്ഷനിലുള്ളത്. സോൾവ് ചെയ്തേ. 32 × 9 പ്ലസ് 35 അല്ലേ. 20% പോയി 350. ഓക്കെ, 288ഉം 350 അല്ലെ. രണ്ടിടത്തെ ഈ രണ്ട് സ്ഥലത്തെയും 288ഉം 350 ആണ്. നമുക്ക് ഡിഫറൻസ് ആണ് വേണ്ടത്. 350 മൈനസ് 288. ഓക്കെ, ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി 62. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the number of employees who work in account department in Mumbai is 38 more than the number of employees who work in IT department in Gurgaon, then what is the number of employees who work in finance department in Mumbai? എന്താ പറയുന്നത്? മുംബൈയിലുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളവര് 38 more than നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു വർക്ക് ഇൻ IT ഡിപ്പാർട്ട്മെന്റ് ഇൻ ഗുർഗോൺ. ഗുർഗോണിൽ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരെക്കാട്ടിൽ എണ്ണം കൂടുതലാണെന്ന് അല്ലെ. അപ്പം നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. ഇത് എത്രയായിരുന്നു ഗുർഗോണിലെ പെർസെൻറ്റേജ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആവശ്യമായിരുന്നു അല്ലെ. ദാറ്റ് ഈസ് 20. ടോട്ടൽ നമ്മൾ 62 എന്ന് വരും. ബാക്കി എത്ര? 38% എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 38% ഓഫ് 700 ആണ് ഗുർഗോണിലുള്ളത് അല്ലെ. അപ്പൊ അതിനെക്കാട്ടിൽ 38% ഓഫ് 700 എന്ത് വരും? 56 5 266 വരും അല്ലെ. അതിന്റെ കൂടെ 38ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? മുംബൈയിലുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെ എണ്ണം കിട്ടും അല്ലെ. ദാറ്റ് വിൽ ബി എന്തരും? 14304 അല്ലെ. 304 ആണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ വരുന്നത്. ഇനി എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു വർക്ക് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ മുംബൈ? മുംബൈയിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതാണ് വേണ്ടത്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് മറ്റേത് 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്താൽ പോരായോ? അക്കൗണ്ട്സിലുള്ളത് നമുക്ക് കിട്ടി 304. ഇനി ഏതൊക്കെയുണ്ട്? HR ഉണ്ട്, IT ഉണ്ട്. സോ രണ്ടും കൂടെ ചേർത്ത് എത്ര? HR പ്ലസ് IT എത്ര വരും? 15ഉം 30 ഒരേ പേഴ്സൻ്റ് അല്ലേ. 15% ഓഫ് 760 കാണണം പ്ലസ്
30% ഓഫ് 760 കാണണം അല്ലെ. ഇത് രണ്ടും സെയിം ആണ്. നമുക്കിത് കമ്പൈൻ ചെയ്ത് കണ്ടാൽ പോരായോ? 15 + 30 45% ഓഫ് 760 കാണുക. ഓക്കെ, സോൾവ് ചെയ്തേ. 45/100 ഇൻറ്റു 760. 0 0 ക്യാൻസൽ ചെയ്യുക. 5 വെച്ച് കട്ട് ചെയ്താൽ 9, 2 ഇവിടെ കട്ട് ചെയ്താൽ 38. 38 ഇൻറ്റു 9. ഓക്കെ, 72 7 27 342 അല്ലേ. അപ്പൊ HR-ഉം IT-യും കൂടെ ചേർത്ത് 342 എന്ന് വരും. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? ഫിനാൻസ് കണ്ടുപിടിക്കണം. ഇനി എല്ലാം കൂടെ മൈനസ് ചെയ്താൽ പോരായോ? ഇവിടെ നോക്കിയേ, 304-ഉം 342 മൂന്നെണ്ണം കൂടെ ചേർന്ന് നമുക്ക് എന്ത് വരും? 646 എന്ന് വരും. അത് 760-ൽ നിന്ന് മൈനസ് ചെയ്താൽ ഫിനാൻസിലുള്ളവരുടെ കിട്ടും അല്ലെ. സോ 760 മൈനസ് 646. ഓക്കെ, 4 114 അല്ലെ. ഓപ്ഷൻ എ 114 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ ആവശ്യമുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡേറ്റ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതാ അല്ലെ. അപ്പോൾ അത് നമ്മൾ എവിടെങ്കിലും കാണുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ ആ വാല്യൂ തന്നെ എടുക്കാം അല്ലെ. അല്ലെങ്കിൽ ഇത് ചെയ്തോളുക, കുഴപ്പമില്ല. അപ്പോൾ ആവശ്യമുള്ള, നമ്മളിപ്പം ചിലയിടത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ. അപ്പോൾ ആവശ്യമുള്ളിടത്ത് നോക്കി ആ ഒരു ക്വസ്റ്റ്യനകത്ത് ആവശ്യമുള്ളത് നോക്കി കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഡേറ്റ ഇന്റർപ്രിറ്റേഷന്റെ മിസ്സിംഗ് ഡേറ്റയാണ് ഇന്ന് നമ്മൾ ചെയ്തത്. അത് നന്നായിട്ട് നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനൊക്കെ ആയിട്ടും ഡൗട്ട്സ് ചോദിക്കാനായിട്ടും ഞങ്ങളുടെ ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.